ഇന്നലെ രാത്രി ഒരു കൂട്ടം ആൾക്കാർ വന്ന് എന്റെ ഭർത്താവിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി സാർ. ഇതുവരെ ഒരു അറിവുമില്ല. കണ്ടാ തിരിച്ചറിയോ? ഇരുട്ടത്തായിരുന്നു, എങ്ങനെ കാണാനാ? അല്ല പിന്നെ ഈ മാന്യന്മാരൊന്നും പകല് വെളിച്ചത്തിൽ വരില്ലല്ലോ. കുഴപ്പക്കാർ തന്നെയാണ്, പ്രശ്നക്കാരാണല്ലോ ഇരുട്ടത്ത് വരുന്നത്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം ഇരുട്ടത്തായിരുന്നല്ലേ, ആരെയും കണ്ടിട്ടില്ല. തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ഭർത്താവിന് ശത്രുക്കൾ വല്ലതും ഉണ്ടോ? ശത്രുക്കളൊന്നും ഇല്ല, പാവ മനുഷ്യനാ. ആണല്ലേ? ശരി ശരി. പോലീസിൽ പരാതി കൊടുത്തോ? ഇല്ല സാറേ, എനിക്ക് പോലീസിനേക്കാളും വിശ്വാസം സാറിനെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഭർത്താവിന്റെ ഒരു ഫോട്ടോ വേണം. ഭർത്താവിന്റെ തിരോധാനം, ഭാര്യയ്ക്ക് സംശയം രാഷ്ട്രീയക്കാരൻ, ഗിരിജയുടെ വഴിവിളക്കണം. പത്രത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഗ്യം കണക്കിരിക്കും. വൈകിട്ട് മിക്കവാറും 2 ഭർത്താക്കന്മാർ വീട്ടിൽ. ഇതാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ മിണ്ടരുത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ തെളിയുന്നുണ്ട്. അതായത് രാഷ്ട്രീയ വൈരാഗ്യം കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ള രീതിയിൽ നമുക്കൊരു ഹായ് മൊയ്തീനെ, നമ്മുടെ നായകന്റെ അനിയത്തിയായിട്ടുള്ള കുട്ടി ഫിക്സ് ആയോ? ഇല്ലല്ലോ. ഈ കുട്ടി ഓക്കെയാണ് കേട്ടോ. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് വേഷം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സീരിയലിലോ സിനിമയിലോ ഒക്കെയാണ്? പൂരത്തിനിടയ്ക്ക് പൊട്ടാസ് വെച്ചോടാം. അപ്പോ ഗിരിജ ഓക്കെ. ഭർത്താവിനെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. അവര് എന്തായിരുന്നാലും സംഘമാണല്ലോ, അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവര് ഭാര്യയെ ഭീഷണിപ്പെടുത്തി അവിടെ ബന്ദിയാക്കിയിട്ട് ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് സ്റ്റോറി. അങ്ങനെ ആയാലേ ഭർത്താവ് അത് വായിച്ചിട്ടെങ്കിലും തിരികെ വരൂ. ഭർത്താവ് തിരിച്ചു വരട്ടെ, വരണമല്ലോ. അജ്ഞാത സംഘം ഒരു 3 പേരായ കുഴപ്പമില്ലല്ലോ. അവരൊരു 4 പേര് കാണുമായിരിക്കും, 4ഓ 5ഓ. സമയം കിട്ടിയില്ല, ഇട്ടത്തല്ലേ, കാണാനും പറ്റിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നമുക്ക് 3 പേര് മതി. വാ ഇങ്ങോട്ട് ബാ. ഇവരല്ല, വഴിയുണ്ട്, ബാ. ഇവിടെ ഒന്ന് നിക്ക്. വൈറ്റപ്പ്, ഡിക്രൂസ്, ഫിലിം ഫെസ്റ്റിവല്, കാതരൻ, മൊയ്തീൻ. ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ഒരു സ്റ്റില്ല് വേണം. സാറേ, ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പത്രത്തിൽ വന്ന് നാളെ നാട്ടുകാർ നമ്മളെ എടുത്തിട്ട് അടിക്കുന്നില്ലേ? അപ്പൊ വഴിയുണ്ട്. ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അതെ, കറക്റ്റ്. ഒരാൾ ബാക്കി കൂടെ, ഒരാൾ നിക്ക് ദേഹത്തോടണ്ട, അത് വേണ്ട. ശരി, ടച്ച് ചെയ്യാതെ പിടിക്കുന്ന പോലെ കാണിച്ചാ മതി, പിടിക്കാനല്ല പറഞ്ഞു. ഇതെന്തോ കണ്ണ് കാണത്തക്ക രീതിയിൽ കെട്ട് എല്ലാം ഒരു ആക്ഷൻ സാറ് പറയണേ. അതായത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കണം. സിനിമയല്ലടോ ഇതിപ്പോ. അതിന്റെ ഭർത്താവ് വരും, പേടിക്കണ്ട. ഗിരിജയെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരാ. ഇതെങ്ങനെ ഈ ഫോട്ടോ വന്നെന്നായിരിക്കും. അജ്ഞാതൻ ഫോട്ടോ എടുത്തു ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ആ അജ്ഞാതൻ ആരാണെന്ന് നമുക്കറിയില്ല. ഭർത്താവിനെ കിട്ടുന്ന ഇവിടെ അജ്ഞാതൻ ആരെങ്കിലും എന്ന് പറഞ്ഞ് നമുക്ക് പേര് കൊടുത്തോളാം, വേറെ അടുത്തിന്റെ ഫോട്ടോ നമുക്ക് കൊടുത്തോളാം. റെഡി. ഓക്കെ. ഒന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ല, ആ ഭീഷണിപ്പെടുത്തുന്ന നാച്ചുറൽ രീതിയിൽ വേണ്ടേ? ഞാൻ എന്ത് ചെയ്യണം സാർ? പേടിച്ചു റവപ്പൊട്ടായി പോയല്ലടാ. റെഡി. ഓക്കെ. പോയി ഭർത്താവിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുപോകാം. നമുക്ക് വാർത്ത ഇപ്പൊ തന്നെ കൊടുക്കാം. തിരിച്ചു വരും. ഈ വാർത്ത കൊടുക്കുമ്പോ ഭർത്താവ് തിരിച്ചു വരും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇനി ഭർത്താവിന്റെ ഡെഡ് ബോഡിയാണ് വരുന്നത്, അല്ല ഒരു പക്ഷേ എന്തെങ്കിലും കാരണവശാല് പിന്നെ മൃതശരീരമാണ് വരുന്നതെങ്കിൽ ആദ്യം എന്നെ വന്ന് അറിയിക്കണം. എനിക്ക് ഫ്രണ്ട് പേജിൽ കൊടുക്കണം, എന്നിട്ട് വേറെ ആൾക്കാരെ വിളിച്ചറിയിക്കാവൂ. വിഷമിക്കണ്ട. ഒരു പക്ഷേ അങ്ങനെ ആയി പോവാണെങ്കിൽ ഫ്രണ്ട് പേജിലേക്ക് കൊടുക്കണം. ഗിരിജ വയ്ക്കോ, ധൈര്യമായിട്ട് വയ്ക്കോ. സാറിനെ വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. എന്നെ വിശ്വസിച്ചാ ഞാൻ കൈവിടില്ല. വയ്ക്കോ. ഓക്കെ.
അപ്പോ മദാലസയായ ഗിരിജയുടെ ഭർത്താവ് മിൽ തൊഴിലാളി കൊടുക്കാം അല്ലേ? മിൽ തൊഴിലാളി അധികം അങ്ങനെ വാർത്ത വന്നിട്ടില്ല. ദാമോദരനെ ഭീഷണിപ്പെടുത്തി. സാറേ, അപ്പൊ നമ്മൾ വന്നത് നമ്മുടെ പേരിന്റെ കേസ് മാറ്റി എഴുതാൻ വേണ്ടി. ആ റിപ്പോർട്ട് ഒന്ന് എഴുതും സാർ. ഇടപെട് നല്ല ചാൻസ് എനിക്ക് കിട്ടി. ഈ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് നമ്മൾ രാഷ്ട്രീയമൊക്കെ മിക്സ് ചെയ്ത് ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ തിരോധാനം കൊഴിപ്പിക്കുമ്പോൾ എൻ്റെ മാങ്ങത്തിൽ സിനിമയുടെ കാര്യം ഞാനിവിടെ കൊടുക്കുന്നു. സാറേ, നിങ്ങൾക്ക് എന്നെ അറിയാം ഈ സിനിമയുടെ സാധ്യത എന്താണ്. എത്ര ദിവസം ഓടും? നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്ന ഒരു 3 ദിവസം 4 ദിവസം. 100 ദിവസം 100 ദിവസം. ശരി, സ്വപ്നം കാണാൻ ഒരു ലിമിറ്റും ഇല്ലല്ലോ. അല്ല സാറ് ഞങ്ങളെ കൊണ്ട് മുഖംമൂടിയൊക്കെ കിട്ടിയിട്ട് റൈറ്റപ്പ് കൊടുക്കാന്ന് പറഞ്ഞ ആ സ്ത്രീ എടുത്ത് എന്തൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? അതിന്റെ ഗുണം ആർക്കാ? ആർക്കാ? നിങ്ങൾക്ക് തന്നെ. ഇതിന്റെ സർക്കുലേഷൻ കൂടും. സർക്കുലേഷൻ കൂടുമ്പോൾ നിങ്ങളുടെ പടത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ വായിക്കില്ലേ? വായിക്കില്ലേ? അതൊക്കെ വായിക്കും. അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ തൽക്കാലം ഒന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഇന്ന് മാറ്റർ ഞാൻ എഴുതി വാങ്ങിച്ചോളാം. സെപ്പറേറ്റ് സമാനമല്ല, പേര് മാറ്റം വന്നിട്ട് ഇപ്പം 7 വർഷം പോകും. ഞാൻ മാറ്റർ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്റെ ഭർത്താവ് തിരിച്ചു വന്നു സാറേ. അത് ഈ രാഷ്ട്രീയക്കാരെ പോസ്റ്റർ ഒട്ടിക്കാനും തോരണം തൂക്കാനൊക്കെ വിളിച്ചോണ്ട് പോയതാ രാത്രി. എല്ലാം കഴിഞ്ഞപ്പോ ഒരു കുപ്പി എടുത്തു കൊടുത്തു. അതും അടിച്ച് ഫിറ്റായി ഓടെ കിടന്നിട്ട് രാവിലെ അഴിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ശരിയാവില്ല. അതെങ്ങനെ ശരിയാവും? എന്റെ ഭർത്താവ് തിരിച്ചു വന്നില്ലേ? തോന്നുമ്പോ വന്ന് ഇവിടെ കാണാനില്ല എന്ന് പറയുക, പിന്നീട് തോന്നുമ്പോ വന്നിട്ട് ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പത്രധർമ്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല. ഭർത്താവ് വന്നെന്ന് ഉറപ്പാണോ? ഉറപ്പാ, എന്റെ വീട്ടിലുണ്ട്. എന്നാ ഭർത്താവ് വന്നിട്ടില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ അറിഞ്ഞില്ല. വീട്ടിലുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്ത് ഗിരിജ 2 ദിവസത്തേക്ക് ഭർത്താവിനെ വീട്ടിൽ പൂട്ടിയിടണം. പൂട്ടിയിടാനോ? എന്റെ ഭർത്താവിനെ വെറുതെ പൂട്ടിയിരുന്നേ? ഗിരിജ ഇവിടെ വന്നൊരു ആവശ്യം പറഞ്ഞപ്പോ ഞാൻ ഗിരിജയെ സഹായിച്ചില്ലേ, അതേപോലെ തന്നെ ഗിരിജ തിരിച്ച് എന്നെ സഹായിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഗിരിജ പൂട്ടിയിട്ടാ മാത്രം മതി. 2 ദിവസം കഴിഞ്ഞ് തുറന്നു വിട്ടോ, ഞാൻ വാർത്ത കൊടുക്കും. ആദ്യം കാണാനില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. 2 ദിവസം കഴിഞ്ഞ് ഭർത്താവിനെ തുറന്നു വിട്ടതിന് ശേഷം ഞാൻ പറയും, ഈ റിപ്പോർട്ട് കണ്ട് ഹൃദയവേദനയോടെ ആ സംഘം രാഷ്ട്രീയ നേതാക്കൾ സിമ്പതിയുടെ പേരിൽ ഭർത്താവിനെ തുറന്നു വിട്ടു, ഭർത്താവിനെ മോചിതനാക്കി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വാർത്ത കൊടുത്തോളാം. അപ്പൊ എന്റെ പത്രത്തിനും ഗുണമുണ്ടാവും, ഗിരിജയ്ക്കും ഗുണമുണ്ടാവും. സാർ ഇതെന്തൊക്കെയാ പറയുന്നേ? സാർ അന്നെടുത്ത ഫോട്ടോ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടിയാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഈ കാര്യം. അപ്പൊ സഹകരിക്കില്ല, പൂട്ടിയിടില്ല. ഞാൻ എന്തിനാ വെറുതെ എന്റെ ഭർത്താവിനെ പൂട്ടിയിടുന്നേ? അല്ലേ? എന്നാ ഗിരിജ പൊക്കോ. ശരി, ഇതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോ ചെയ്യാൻ പോണ എന്തെന്നറിയോ? കുറച്ചുകൂടെ ഡോസ് കൂട്ടും. വീണ്ടും ഉടായിപ്പല്ലടോ, സർക്കുലേഷൻ കൂട്ടണം. ഞാൻ കൊടുക്കാൻ പോണത്, ഭാര്യയുടെ വഴിവിട്ട പോക്കിൽ മനം നൊന്ത് ഭർത്താവ് വീട് വിട്ടിറങ്ങിപ്പോയി. ഇതാണോ സാറേ മാധ്യമധർമ്മം? മാധ്യമധർമ്മം എന്നെ പഠിപ്പിക്കണ്ട. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് പത്രധർമ്മം. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് ഒരു ഡോക്യുമെൻ്ററി അല്ല. പൊടിപ്പും തൊങ്ങലും ഒക്കെ ആൾക്കാർ വായിച്ചൊരു ഹരമുണ്ടാവണം, രസമുണ്ടാവണം, ഇക്കിളി ഉണ്ടാവണം. അതാണ് നടന്നു പോയി എന്ന കാര്യത്തിന് പറന്നു പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പത്രധർമ്മം.